നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏതു പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ്. ചാലക്കുടി നഗരസഭയിലെ ഭരണപക്ഷ കൗൺസിലർ വത്സൻ ചെമ്പക്കര ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം അവസാനിപ്പിച്ചു. സത്യാഗ്രഹ സമരം പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സമന്വിതരായുള്ള നേതാക്കന്മാർ ഇരുന്ന് പാനും ആധാരം തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം. വാർത്തകൾ വിശദമായി. ഏതു പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ചികിത്സിക്കാത്തതുകൊണ്ടാണ് എലിപ്പനി മരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. എലിപ്പനി സാധ്യതയുള്ളവർക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉറപ്പാക്കണം. മലിനജലത്തിൽ ഇറങ്ങിയവർ ഡോക്സിസൈക്ലിൻ കഴിക്കാത്തവരിൽ മരണനിരക്ക് കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മലിനജലത്തിൽ ഇറങ്ങിയവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ്. കൈകാലുകളിൽ മുറിവുകളുള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രത്യേകം ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ കൊണ്ടുള്ള മരണങ്ങൾ തദ്ദേശ സ്ഥാപന തലത്തിൽ അടുത്ത 2 ആഴ്ച വിലയിരുത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി അത് ചർച്ച ചെയ്ത് വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കണം. ഗവേഷണ അടിസ്ഥാനത്തിൽ പഠനം നടത്താനായി ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഹെപ്പറ്റൈറ്റിസ് എ, മലേറിയ, H1N1 തുടങ്ങിയ രോഗങ്ങളും പൊതുവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. സാലഡ്, ചട്നി, മോര് എന്നിവയിൽ ഉപയോഗിക്കുന്ന വെള്ളവും തിളപ്പിച്ചാറ്റിയ വെള്ളം ആയിരിക്കണം. കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. മണ്ണിലും ജലത്തിലും കലരുന്ന മാലിന്യം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതിജീവനത്തിനായി പോരാടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം നീതി ജ്വാല തെളിയിച്ചു. കേരള കോൺഗ്രസ് എം സംസ്ഥാന ചാർജുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഡെന്നീസ് കെ ആന്റണി, അഡ്വക്കേറ്റ് PI മാത്യു, KO വർഗീസ്, പോളി റാഫേൽ, ജിമ്മി വർഗീസ്, നിക്സൺ പെടുത്താസ്, മനോജ് ജോസഫ്, പോൾ ടി കുര്യൻ, ബാബു തോംബ്ര, PB രാജു, AS ശ്യാം, ശരത് ഉണ്ണികൃഷ്ണൻ, നന്ദകുമാർ തോട്ടാപ്പള്ളി, വിൽസൺ മഞ്ഞാങ്ങ, ജിൻസ് ജോൺ, സിജി ഫ്രാൻസിസ്, കാവ്യ ശ്യാം, ബാബു തെക്കൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഭൂപരിഷ്കരണം നടപ്പിൽ വരുത്തിയ സംസ്ഥാനമാണ്. കൈവശ അവകാശികൾക്ക് കാലോചിതമായി പട്ടയം നൽകി വിപ്ലവാത്മകമായ നടപടികൾ എടുത്ത കേരളം മുനമ്പം നിവാസികളുടെ കൈവശാവകാശ രേഖാപരമായ ഭൂമികൾക്ക് സമസ്ത ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങൾ നൽകണമെന്ന് നീതി ജ്വാലയിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയെന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ബാബു ജോസഫും എറണാകുളം ജില്ലാ പ്രസിഡന്റുമെല്ലാം മുനമ്പത്തെ സമര യോദ്ധാക്കളുടെ മുന്നിൽ അവർക്ക് ഐക്യദാർഢ്യവുമായി മുന്നിൽ നിൽക്കുകയും അതേപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ വികാരത്തോടൊപ്പമായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് 1902
അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഒരു സത്താർ സ്റ്റേറ്റില് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഭൂമി പാട്ടത്തിന് കൊടുത്തു. 1902 ലഭിച്ച ഭൂമി വർഷങ്ങൾക്ക് ശേഷം 1948-52 കാലഘട്ടത്തില് സത്താർ സ്റ്റേറ്റിന്റെ മകന്റെ മകൻ ആ ഭൂമി ഫറൂഖ് കോളേജില് കൈമാറി. ആ കൈമാറിയപ്പോൾ ഗിഫ്റ്റായിട്ട് ഇഷ്ടദാനമായിട്ടാണ് ഫറൂഖ് കോളേജിന് ആ ഭൂമി കൈമാറിയത്. ആ കൈമാറ്റത്തിന് 2-3 കണ്ടീഷൻ വെച്ചിരുന്നു. ഒന്ന്, ഫറൂഖ് കോളേജിന് ഈ ഭൂമി ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സത്താർ സ്റ്റേറ്റിന്റെ മകന്റെ മകൻ കൊടുത്ത ആളുകളുടെ കുടുംബത്തിന് ആ ഭൂമി തിരിച്ചു കൊടുക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻ, ഒരു കാരണവശാലും ഈ ഭൂമി അന്യാധീനപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ 3 കണ്ടീഷനോട് കൊടുത്ത ഈ ഭൂമി 1972 ഫറൂഖ് കോളേജ് ഇടയ്ക്ക് വഖഫിന് കൊടുക്കുകയും വഖഫ് നിയമപ്രകാരം കണ്ടീഷനുള്ള ഭൂമി വഖഫ് നിയമം നിലനിൽക്കുന്നതല്ല. 3 കണ്ടീഷനോടുകൂടി ഈ ഭൂമി സത്താർ സ്റ്റേറ്റിന്റെ മകന്റെ മകൻ ഫറൂഖ് കോളേജിന് കൊടുത്ത് ഫറൂഖ് കോളേജിന് ഒരു കാരണവശാലും വഖഫ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ വ്യക്തമായ കണ്ടീഷനുകളുണ്ട്. കണ്ടീഷനുള്ള ഭൂമിയും വഖഫ് നിയമപ്രകാരം ഏറ്റെടുക്കാൻ പറ്റുകയില്ല. എന്നിരിക്കെ 1972 ഫറൂഖ് കോളേജ് അവര് ഇന്നവിടെ താമസിക്കുന്ന ആളുകൾക്ക് ധന ആധാരപ്രകാരം നിശ്ചയിച്ച് പൈസ വാങ്ങി ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അത് 72 മുതൽ 90. വെട്ടിക്കുഴിയിൽ വെളുപ്പിനിറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. കാവുങ്ങ ജോസിന്റെ വീട്ടുവളപ്പിലാണ് കോട്ടാമലയിൽ നിന്നും ആന ഇറങ്ങിയത്. 25 വാഴകൾ, തെങ്ങ്, കവുങ്ങ്, റംബൂട്ടാൻ എന്നിവ ചവിട്ടി നശിപ്പിച്ചു. കാട്ടാനശല്യം മൂലം മേഖലയിലെ കർഷകർ വലിയ ദുരിതത്തിലാണ്. കാട്ടാനശല്യത്തിന് പരിഹാരമായി അധികൃതർ പ്രഖ്യാപിച്ച വൈദ്യുതി വേലി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്ന് കർഷകർ ആരോപിച്ചു. ആനയുൾപ്പെടെയുള്ള വനമൃഗശല്യത്തിന് പരിഹാരമായി പ്രദേശത്ത് രാത്രികാലങ്ങളിൽ വനം വകുപ്പിന്റെ നൈറ്റ് പെട്രോളിംഗ് ഏർപ്പെടുത്തുക, ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സമയബന്ധിതമായി ഏർപ്പാടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് വനം വകുപ്പിന് നിവേദനം നൽകി. ഈ അവസ്ഥയാണ് നമ്മുടെ ഒരു കർഷകന് ഉള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പ്രസിദ്ധമായ ആറേശ്വരം സൃഷ്ടി ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷഷ്ടി ദിവസം രാവിലെ 4-ന് നട തുറപ്പ്. വിശേഷാൽ പൂജകൾക്ക് ശേഷം 12:30-ന് വെളിച്ചപ്പാട് തുള്ളൽ, ശാസ്താംപാട്ട് എന്നിവ നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 7:30-ന് നട അടയ്ക്കും. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനം, സംഭാര വിതരണം എന്നിവ നടക്കും. 10 സെറ്റുകളുടെ നേതൃത്വത്തിൽ കാവടി സംഘങ്ങളും നിശ്ചല ദൃശ്യങ്ങളും രാവിലെയും വൈകിട്ടും മലമുകളിലെ ക്ഷേത്രത്തിലെത്തും. രാവിലെ മുതൽ ക്ഷേത്രത്തിനടുത്തുള്ള പുനർജനി നുഴലിന് സൗകര്യം ഉണ്ടായിരിക്കും. ഷഷ്ടി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മൂലംകുടം സെറ്റിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 7:30-ന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം നടത്തുമെന്നും കിഴക്കുമുറി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ബഹുനില പന്തലും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഉപദേശക സമിതി ഭാരവാഹികളായ AK രാജൻ, PR അജയ് ഘോഷ്, KR രാധാകൃഷ്ണൻ, ദേവസ്വം ഓഫീസർ M സുധീർ എന്നിവർ പങ്കെടുത്തു. നവംബർ 16-ാം തീയതി, അതായത് കൊല്ലവർഷം 1200 വൃശ്ചികം 1-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച നടക്കുകയാണ്. എല്ലാ വർഷവും നടത്തുവാറുള്ള അതുപോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായി ആർഭാടപൂർവ്വം ആഘോഷപൂർവ്വം തന്നെയാണ് ഷഷ്ടി ഈ വർഷം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഷഷ്ടിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സാധാരണയായി കഴിഞ്ഞിട്ടുള്ള വിശേഷാൽ പൂജകൾ, അതുപോലെ തന്നെ ആവേശത്തെ വിശേഷമായിട്ടുള്ള ശാസ്താംപാട്ട്,
പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് വെളിച്ചപ്പാടത്തുള്ളൽ, വൈകിട്ട് ദീപാരാധന, അതിനുശേഷം 7:30 നടയടയ്ക്കുന്ന ഒരു രീതിയിലാണ് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആറേശ്വരം ക്ഷേത്രം തന്ത്രി ശ്രീ കാരനൂര് പ്രസാദ് നമ്പൂതിരിയാണ് ഷഷ്ഠീയ ധാർമ്മിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രം ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഷഷ്ഠീയ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നതും ക്രമീകരിക്കപ്പെടുന്നതെല്ലാം ചെയ്യുന്നത്. ഭംഗിയായി തന്നെ ആ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. പിന്നെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്നദാനം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അന്നദാന പന്തൽ വെച്ചാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ക്ഷേത്ര കുളത്തിൽ തന്നെ സാധാരണ നടക്കുന്ന പോലുള്ള കുടിവെള്ള വിതരണം. ആദ്യ ഉത്സവമാണ് പ്രാവശ്യം. ഉച്ചയൊന്നും ശനിയാഴ്ച ഷഷ്ടിയും ഒരു ദിവസമായിട്ട് വന്നിരിക്കുകയാണ്. കൊച്ചി ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ നല്ല സമാധാനപരമായിട്ട് സൗഹാർദ്ദപരമായിട്ടും എല്ലാവരും എത്തിച്ചേരുക. എല്ലാ 10 ടൗൺ സിറ്റികളിലെ ആഘോഷങ്ങളും നല്ല ഭംഗിയായി നടക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായി തന്നെ അച്ചടക്കം പാലിക്കപ്പെട്ടതുമായിട്ടും കൂടി ഈ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഉറപ്പ് കുറിക്കുന്നതാണ് ആവേശം ഷഷ്ടി. അല്ലെങ്കിൽ മറ്റ് ഉത്സവങ്ങളൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് നമുക്ക് ഉത്സവം ആരംഭിക്കുക. ഈ 1-ാം തീയതി ഈ ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ ശബരിമല അറിയപ്പെടുന്ന ആവശ്യത്തിൽ ഈ മാലയിടുന്നതിന് വേണ്ടി തന്നെ അന്ന് നല്ല പ്രത്യേകതക്കായിരിക്കും അനുഭവപ്പെടുക നല്ല രീതിയിൽ. അപ്പോൾ മാലയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു സൂചി കുത്താൻ പോലും പഴുതിനകത്ത് അത്രയ്ക്കധികം ആളുകളോട് വരുന്നതാണ്. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗൈഡിന്റെ കുട്ടികളും നാട് ശരിക്കും അസുരം ദേശം ഉത്സവ ലഹരിയിലാണ്. പ്രധാനമായും 10 സെറ്റുകളുണ്ട്. അതിന് വ്യത്യസ്തമായി ഈ വർഷം കിഴക്കുമറി യുവജന സംഘം ഒരു നിലപ്പന്തൽ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ ചോൺകർമ്മം നാളെ വൈകിട്ട് 7 മണിക്കാണ്. മുഴുവൻ പ്രതിനിധികളെയും നാട്ടുകാരെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ ശബരിമല എന്നറിയപ്പെടുന്ന ആറേശ്വരം ക്ഷേത്രം. ചാലക്കുടി നഗരസഭയിലെ ഭരണപക്ഷ കൗൺസിലർ വത്സൻ ചെമ്പക്കര ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം അവസാനിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചിറയത്ത് എന്നിവർ വത്സൻ ചമ്പക്കരയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. നഗരസഭയുടെ 3-ാം വാർഡ് കൌൺസിലറാണ് വത്സൻ. ചാലക്കുടിയുടെ വികസന സ്വപ്നങ്ങളുടെ ചിറകരിയുന്ന സമീപനമാണ് എഞ്ചിനീയർ ഷബാന സ്വീകരിക്കുന്നതെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വത്സൻ ചമ്പക്കര അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത്. വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ പല ഫണ്ടുകളും ലാപ്സായി പോകുന്നതായും അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതി നിർവഹണം തടസ്സപ്പെടുന്നതായും വത്സൻ ചമ്പക്കര ആരോപിക്കുന്നു. നഗരസഭയിലെ ഭരണകക്ഷി കൌൺസിലർ തന്നെ സത്യാഗ്രഹം ആരംഭിച്ചത് ഭരണകക്ഷിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കിയ സാഹചര്യത്തിലാണ് സമരം അടിയന്തരമായി ഒത്തുതീർപ്പിൽ എത്തിച്ചത്. ചാലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരുന്ന സത്യാഗ്രഹ സമരം പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സമന്വിതരായുള്ള നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്യുകയും അവരുടെ ആവശ്യപ്രകാരം ഞാൻ ഈ സമരം പിൻവലിക്കുകയാണ്. ഞാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ തികച്ചും ജനകീയവും ജനങ്ങളുടെ ആവശ്യവും നിരവധി കൗൺസിലർമാരുടെ പരാതികളാണ്. അതിനൊരു പരിഹാരമുണ്ടാവാൻ ഉടൻ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഒരു തീരുമാനമെടുക്കാമെന്നും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്നുമാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു ഇടവേള.